എടുത്തു. ഇതാ യോ 2 ഗൈസ് എങ്ങോട്ടാണ്? 2 ഗൈസ് എങ്ങോട്ടാണ്? അങ്ങോട്ടാണ്. പറടോ. ഹലോ, നമ്മൾ കുമാരകോവിലേക്ക് ഒരു യാത്ര പോകേണ്ട ഒരു ഇത് കാണിക്കുകയാണ്. ഈ യാത്ര ആക്ച്വലി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പ്ലാൻ ചെയ്ത് അവസാനം നടക്കുന്നത് ഈ ഇടയ്ക്കാണെന്ന് മാത്രം. കുഞ്ഞുങ്ങൾക്കൊരു നേർച്ചയുണ്ടായിരുന്നു, അങ്ങനെ അതിനു വേണ്ടി പോവുകയാണ്. ഞങ്ങളങ്ങനെ ഞാനും ഹസ്ബൻഡും കുഞ്ഞുങ്ങളും പിന്നെ എൻ്റെ അമ്മയുണ്ട്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചതാണ് കേട്ടോ. അങ്ങനെ വഴിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്തത്. രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ യാത്രയുടെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 6 വർഷം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യുവാണ് ഈ ഒരു അമ്പലത്തിൽ ഇങ്ങനെ പോകാനായിട്ട്. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ടൈം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പോഴാണ് അതിനൊരു ടൈം ആയിട്ടുള്ളത്. ഈ കുരങ്ങന്മാരവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പരിസരത്തായിട്ട്. അവിടെ മെയിനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുടിയെടുക്കാനും അങ്ങനെയുള്ള നേർച്ചയ്ക്കൊക്കെയാണ് കുമാരകോവിലിൽ പോകുന്നത്. ഈ ഒരു പോയിന്റ് നിന്നിട്ട് ആ അമ്പലത്തിന് അങ്ങോട്ട് നോക്കി നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ അമ്പലത്തിലേക്ക് കയറിയത്. ഉയർച്ച വേണം നോക്കാൻ. ജീവിതത്തിൽ ഉയർന്നു തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം. എന്നാലേ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും. അല്ലാതെ നമ്മൾ സാധാരണക്കാരെ പോലും ചിന്തിക്കാൻ ഇതാരാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളുടെയൊക്കെ റിക്കി റോഡ്ജറാണ്, ഹസ്ബൻഡിൻ്റെ അനിയനാണ് കേട്ടോ. കുമാരകോവിലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മേലാങ്കോട് ദേവീക്ഷേത്രം. നമ്മൾ അവിടെയും പോയി തൊഴുതായിരുന്നു. രണ്ടിടത്തും ഒരു ദിവസം തന്നെ തൊഴണം, അങ്ങനെ എന്തോ ഒരു ഐതിഹ്യമുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ അവിടെയും പോയി തൊഴുതു. നല്ലൊരു അമ്പലമായിരുന്നു കേട്ടോ. നല്ല ഒരു തമിഴ്നാട് സ്റ്റൈലിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അമ്പലം. എന്താ ഒരു പോസിറ്റീവ് വൈബൊക്കെ ഉള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അവിടെ തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ബൈ.